ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടുവരുന്ന ഒരു പ്രധാന വാർത്തയാണ് ലഹരിയുടെ ഉപയോഗം മൂലം സമൂഹത്തിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ പറ്റിയുള്ളത്. വളരെ നിർഭാഗ്യകരമായ ഒരവസ്ഥയാണിതെന്ന് പറയാതെ നിവൃത്തിയില്ല. ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇതിനെയെല്ലാം നിയന്ത്രിക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട നിയമപാലകരും സർക്കാരുമെല്ലാം അതീവ ജാഗ്രതയോടെ ഇതിനകത്ത് ഇറങ്ങേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സമൂഹത്തിന് ഉണ്ടാകാൻ പോകുന്ന വലിയൊരു വിപത്താണ് ഇതിലൂടെ കടന്നു വരുന്നത്. പുതിയ തലമുറയെ നശിപ്പിക്കുന്ന ഇത്തരം പ്രവണതകളെ എത്രയും വേഗം ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഇത്തരം വാർത്തകൾ കൊടുക്കുമ്പോൾ അതിനെ ആളുകൾക്ക് ആകർഷകമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് മദ്യക്കുപ്പികൾ, കടയിൽ മദ്യക്കുപ്പികൾ ഇരിക്കുന്നതും മദ്യം ഒഴിച്ചു കൊടുക്കുന്നതും അങ്ങനെയുള്ള ചിത്രങ്ങളെല്ലാം കാണിച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ വാർത്തകളും എല്ലാം കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് കൂടുതൽ പേരെ അതിലേക്ക് ആകർഷിക്കാനേ ഉപകരിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു പ്രവണത പലപ്പോഴുമുണ്ട്. അതും ഇല്ലായ്മ ചെയ്യേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾക്ക് വാർത്താ പ്രാധാന്യമില്ല എന്ന് വരുത്തി തീർക്കുകയാണ് ആവശ്യം. കുട്ടികൾക്ക് പ്രസിദ്ധി കിട്ടാനായിട്ട് അവരേത് രീതിയിലും ഉള്ള കാര്യങ്ങൾ ചെയ്യും. എൻ്റെ കൂട്ടുകാരൻ ഇപ്രകാരം ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച് മരിച്ചിട്ട് അവന് കിട്ടിയ പ്രസിദ്ധി അതെനിക്കും കിട്ടണമെന്ന് ചിന്തിക്കുന്ന കുട്ടികൾ ധാരാളമുണ്ടാകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒരിക്കലും ഗ്ലോറിഫൈ ചെയ്യാതിരിക്കുക, മഹത്വവൽക്കരിക്കാതിരിക്കുക, വാർത്തകൾക്ക് ചെറിയ പ്രാധാന്യം മാത്രം കൊടുത്ത് പ്രസിദ്ധീകരിക്കുക, അല്ലെങ്കിൽ ടി വിയിലൊക്കെ കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കുട്ടികളെ സംബന്ധിച്ച്, ചെറുപ്പക്കാരെ സംബന്ധിച്ച് പ്രസിദ്ധി എന്ന് പറയുന്നത് തങ്ങൾക്ക് കിട്ടിയ, തങ്ങളുടെ കൂട്ടുകാർക്ക് കിട്ടിയത് തങ്ങൾക്കും വേണമെന്ന് ചിന്തിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് അവർ ഏത് സാഹസത്തിലേക്കും പോയെന്ന് വരാം. അങ്ങനെ നിയന്ത്രിക്കാനായിട്ട് മാധ്യമങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിത്രങ്ങൾ കൊടുക്കാതിരിക്കുക, കളർഫുള്ളായിട്ടുള്ള ചിത്രങ്ങൾ പ്രത്യേകിച്ച് പത്രങ്ങളിലൊക്കെ കൊടുക്കാതിരിക്കുക, വാർത്താ പ്രാധാന്യം കുറയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് അതുപോലെ ഇതിന് വേണ്ടപ്പെട്ടവർ ശ്രദ്ധയോടുകൂടി ഇതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക. മാതാപിതാക്കളും കുട്ടികളെ ഇക്കാര്യത്തിൽ ഉപദേശിക്കേണ്ടതുണ്ട്, അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച്. അങ്ങനെയൊക്കെ മാത്രമേ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ കരുതുകയാണ്.